എന്തായി പറയുന്നേ? MA പാസ്സായിട്ട് ഞാൻ വെറുതെ വീട്ടിലിരിക്കണം? വെറുതെ അല്ല, ഹൗസ് വൈഫായി. എന്റെ വീട് നോക്കണം, ജോലി കഴിഞ്ഞ് വരുന്ന എന്നെ സ്വീകരിക്കണം, എന്റെ മക്കളെ പ്രസവിക്കണം, വളർത്തണം. മതി മതി, ലെക്ചർ ആയാലും ഇതൊക്കെ ആവാലോ. ഇനി ആർഗ്യുമെന്റ്സ് ഒന്നും വേണ്ട. കെട്ടിയുള്ള ശമ്പളം കൊണ്ട് ജീവിക്കാൻ ഞാൻ ഏതായാലും ഉദ്ദേശിച്ചില്ല. അല്ലെങ്കിൽ ഇപ്പോഴത്തെ കോളേജ് പിള്ളേരുടെ സ്വഭാവം എനിക്കറിയാം. പിന്നെ കയറി പിടിച്ചെന്നോ കമന്റ് അടിച്ചെന്നോ എന്ന് ഞാൻ അറിഞ്ഞ പിന്നെ കൊല നടക്കും. പിന്നെ കയറി പിടിക്കുന്നു. ഞാൻ പഠിച്ചത് കോളേജിലല്ലായിരുന്നു. പഠിപ്പിക്കാൻ ചെല്ലുമ്പോ അങ്ങനെ ആവില്ല. വേറെയും പൂവാലന്മാര് കാണും. ലെക്ചർ, പ്രിൻസിപ്പല്, പ്രൊഫസർ, ഇവന്മാരെയൊക്കെ ഇടയിലേക്ക് നിന്നെ വിട്ടാ എനിക്കൊരു സ്വസ്ഥ ഉണ്ടാവില്ല. യു ആർ ജെലസ്. മോർ പൊസസീവ്. നിന്റെ സേവനം ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. നിന്നെ മുഴുവനായിട്ട് എനിക്ക് വേണം. എഗ്രി? ബാലു കയറുന്നില്ലേ? ഇല്ല. അടുത്തത് ഒഫീഷ്യൽ വിസിറ്റ് ആണെന്ന്. എന്ന് വെച്ചാൽ മാരേജ് യൂണിഫോമിൽ. കൗണ്ടർ ക്ലോസ് ചെയ്യണം. അതില് രാഘവനാരെ, ഒരു സംശയം കൂടി. ഇന്ന് എത്രാമത്തെയാ? വെറുതെ അല്ല ആളുകൾ തന്നെ സംശയം വാസു എന്ന് വിളിക്കുന്നത്. ഇത് സംശയമല്ല, കരടി ഇങ്ങോട്ട് വിട്ടുവെന്ന് കേട്ടപ്പോൾ ഒരു നീ പേടിക്കണ്ട വാസു. കരടിയാണേലും ബൽറാം സാർ ആള് ഡീസന്റാ. ഉമ്മർ സാറിന് അറിയുവാണേ. പുള്ളി തിരുവനന്തപുരത്ത് നിന്ന് ട്രാൻസ്ഫർ വാങ്ങി പാലക്കാട്ട് CI ആയി വന്നപ്പോ ഞാൻ അവിടുത്തെ കോൺസ്റ്റബിളാ. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന DIGയോ ഞങ്ങളുടെ SP. അവിടെ നല്ലേ ഈ കേസും കുഴപ്പമൊക്കെ ഉണ്ടായത്. അപ്പോ ഒരു സംശയം കൂടി. അപ്പോ ഇതിന്റെ കാര്യത്തിൽ എങ്ങനെയാ പശ? പുള്ളിയായിട്ടൊരു കാശും വാങ്ങിക്കില്ല. പിന്നെ നമ്മൾ പാത്തും പതുങ്ങിയും വാങ്ങിച്ചെടുക്കുന്നത് കൈയിട്ട് വാരാനും വരില്ല. പുതിയ കോട്ടേഷൻ നിനക്ക് ഇഷ്ടമായോ? കൊള്ളാം. പെമ്പിള്ളേര് പോകുന്നു. ഇവിടെ ട്യൂട്ടോറിയലോ വേറൽ കൊള്ളയോ? എന്തായാലും ഇനി ഇത് കൂട്ടേണ്ടി വരും. നീ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞാൽ പിള്ളേര് പോയി വരില്ല. പേടിച്ച്. ഞാൻ സാറിനൊന്ന് കാണാച്ചിട്ടാ. എന്താ പറയാം. കാലത്ത് മുതലേ പുറത്ത് കാത്തിരിക്കുകയായിരുന്നു ഞാൻ. ആളൊഴിഞ്ഞിട്ട് കാണാന്ന് വെച്ചു. ഇയാൾക്ക് എന്താ വേണ്ടത്? ഇവിടെ നിന്ന് മാറ്റം പോയ സാറിന്റെ ഒരു കയ്യാളായിരുന്നു. എന്ന് വെച്ചാൽ അടുക്കളയിൽ ഒരു കാര്യസ്ഥനായിട്ട്. അതുപോലെ സാറിന് വല്ല സഹായവും വേണ്ട. ശമ്പളം ഒന്നും മോഹിച്ചല്ല, വട്ടച്ചെലവിനുള്ള കാശ് കിട്ടിയാൽ ഞാൻ. ആവശ്യമില്ലെന്ന് പറഞ്ഞില്ലേ? അത് കഷ്ടാണ്. ഇറങ്ങി പോണവാൻ. തള്ളയുടെ ബാഗ് മുറിയിരിക്കുന്നു. ഇപ്പൊ മടവാ എടുത്തോണ്ടാ പുറത്തേക്ക് ഓടിയത്. പിടിക്കാൻ നിന്നപ്പോ എന്നെ വെട്ടി കഴുത്തറ്റ് പോയാൻ എന്റെ. അങ്ങനെയുള്ളവരെ ഭ്രാന്താശുപത്രി കൊണ്ടാക്കണം മിസ്റ്റർ. ആർത്ത് വിളിച്ച് അയലത്തുകാരെ ഞെട്ടിക്കരുത്. എന്താ ഇയാൾക്ക് വേണ്ടത്? ഇനി ആളെ പിടിക്കാനാണോ വന്നത്?
മുമ്പ് കൊണ്ടുപോയത് ഓർമ്മയില്ലേ? പാലക്കാട് വെച്ച് ആ മകനെ കാണാതെ ഉള്ളൊരുകി പേയിളകി പടയുന്ന അവന്റെ അമ്മയെ കൂടി കൊണ്ടുപോകൂ. മോളെ, എന്താ ഇത്? ഇതാണച്ചാ നമ്മുടെ ഉണ്ണിയെ കൊണ്ടുപോയ ദുഷ്ടൻ. മാറാത്ത രോഗിയായി നരകിച്ചു കഴിയുന്ന എന്റെ അമ്മ കൂടി ഈ കാലന്റെ കൈ കൊണ്ട് ചാവട്ടെ. കൊണ്ടുപോയിക്കോളൂ. ഭ്രാന്താശുപത്രിയിലേക്കല്ല, എന്റെ അനിയത്തെ ചെറുതേക്ക്. മോളെ, മതി, നിർത്താൻ. തനിക്ക് ഇവിടെ ലിക്കർ ഷോപ്പ് അറിയോ? അറിയേ? വേണ്ട. എന്താ പാൽ? എങ്ങനെ ചത്തതായാലും പോലീസുകാർ തല്ലിക്കൊന്ന് നാട്ടുകാർ ധരിക്കും. ആ ശവം പുറത്തു കാണിക്കരുത്. സാർ, ഞാൻ അവനെ കസ്റ്റഡിയിൽ എടുത്തു വന്നതിന് തെളിവുകളുണ്ട്. ലോക്കപ്പിൽ നിന്ന് ഇറക്കിക്കൊണ്ട് വരുമ്പോ അവന്റെ കൂടെ ഒരു കൂട്ടുകാരനും പെറ്റി കേസിൽ പ്രതിയായ മറ്റൊരു ക്രിമിനലും അകത്തുണ്ടായിരുന്നു. സോ വാട്ട്? നിങ്ങൾ ആ ചെറുക്കനെ തല്ലിക്കൊല്ലുന്നത് അവർ കണ്ടിട്ടുണ്ടോ? സാർ, ഞാനൊന്നും ചെയ്തിട്ടില്ല. നോ ആർഗ്യുമെന്റ്സ്. ഞാൻ പറഞ്ഞവർ ചെയ്യും. നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി ഡു ഇറ്റ്. ചുണയില്ലെങ്കിൽ ആ ശവം എന്റെ കണ്ടിട്ടേക്കൂ.
അവിടെ എന്താ കുഴപ്പം? കൊലപാതകത്തിനും പ്രേതം പോലും പുറത്തു കാണിക്കാതെ തെളിവ് നശിപ്പിച്ചതിനും ഈ പ്രതിക്കൂട്ടി നിൽക്കുന്നത് ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരാണെന്നുള്ള ഒറ്റ കാരണം കൊണ്ട് തന്നെ പ്രതിഭാഗം നൽകിയ ജാമ്യാപേക്ഷ അനുവദിച്ചുകൊണ്ടെന്ന് ഞാൻ ബഹുമാനപ്പെട്ട കോടതിയോട് അപേക്ഷിച്ചുകൊള്ളുന്നു. കേസിനെ കുറിച്ച് നിങ്ങൾ ഭയപ്പെടണ്ട. അറ്റ് എനി കോസ്റ്റ് നിങ്ങൾ ഉടനെ ജാമ്യത്തിൽ നിൽക്കും. ഓക്കെ? നമ്മുടെ ഉള്ളിയെ കൊന്നു ഇവനാ. ബാലു, ഈ സിറ്റിയിൽ വെച്ച് പട്ടിയെപ്പോലെ നിന്ന് തല്ലിക്കൊല്ലുന്ന ആളാണ് ഞങ്ങൾക്ക് വയ്യ. ഒരിക്കൽ നീ ഈ കാക്കി ഉടുപ്പിട്ട് നടന്നവനല്ലേ, അതുകൊണ്ട് ഇനി ഞങ്ങളെ നാണക്കെടുത്ത് അർപ്പിക്കൂ. എവിടേക്കെങ്കിലും വയ്ക്കൂ. എന്താ നിങ്ങൾക്ക് വേണ്ടത്? എനിക്ക് ഉഷയെ ഒന്ന് കാണണം. വേണ്ട, മുംബൈ പോലീസുകാരെ എനിക്കിഷ്ടമല്ല. എന്റെ മകളുടെ സാക്ഷ്യത്തിന് വഴങ്ങി ഞാൻ സമ്മതിച്ചെന്നേ ഉള്ളൂ. ഇനി അത് പറ്റില്ല. എനിക്ക് ചിലത് പറയാനുണ്ട്. കേൾക്കണ്ട. മേലാൽ അവളെ അന്വേഷിച്ച് നിങ്ങൾ ഈ വീട്ടിൽ വന്നു പോരും. ആ ബന്ധം നടക്കില്ല. നടക്കും സാർ. നിങ്ങളുടെ മകൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും നടക്കും. ഇല്ല, അവളുടെ അച്ഛൻ ഞാനാണെങ്കിൽ തീർച്ചയായിട്ടും നടക്കില്ല. താൻ എന്തിനാ ഭാവം? എനിക്ക് ഉഷയോട് സംസാരിക്കണം. അവളെ കണ്ടിട്ടേ ഞാൻ പോകൂ. അവളുടെ അച്ഛനെ ധിക്കരിച്ച് തന്നെ സ്വീകരിക്കുമെന്ന് കരുതണ്ട. അങ്ങനെ ഒരു മകൾ എനിക്കില്ല. ഉഷ ഇത് കേട്ടില്ലേ? ഇനി എന്ത് കേൾക്കാൻ? ജാമ്യത്തിലല്ലേ ഇയാൾ ഇറങ്ങി വന്നത്. കേസ് കിടപ്പല്ലേ. അങ്ങനെ ഒരു കൊലയാളിക്ക് എന്റെ മകളെ ഞാൻ കൊടുക്കില്ല. ഉഷേ, ഇറങ്ങി പോണം മിസ്റ്റർ. എടാ, നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ശരി, ഞാൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല. ഇല്ല. ഒരു പട്ടിയും കൊന്നിട്ടില്ല. ഇല്ല. പിന്നെ ആരെ പേടിച്ച് ഞാൻ താമസം മാറ്റണം? ഞാൻ വീട് മാറണ്ട. മാറണ്ട. ഇവിടെ തന്നെ താമസിക്കും. താമസിക്ക്. ഞാൻ പറയുന്നു തന്നെ തിരിച്ചു പറയുന്നു. കള റാസ്കൽ, നിനക്ക് വട്ടാണതാ. കൊള്ളാം. അങ്ങനെ വല്ലതും പറ. നീ വെക്കുന്നുണ്ടോ? പാതിരയ്ക്ക് മനുഷ്യൻ ഉറങ്ങാൻ സമ്മതിക്കാതെ. ഓ സോറി, നിനക്ക് ഉറങ്ങണമല്ലേ? ഞാനത് മറന്നു. അല്ലെങ്കിൽ നിന്റെ കെട്ടിയോടെ നിന്നെ വഴക്ക് പറയല്ലേ? എന്നെ ആരും പറയില്ല. ആരും. ഹലോ.